കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ പടയൊരുക്കം. ദേശീയ നേതാവ് പാര വെച്ചു എന്നാണ്. അത് അങ്ങനെ പാര വെച്ചതാണ് കൊട്ടാരക്കരയിലെ തിരിച്ചടിക്ക് കാരണമായതെന്ന് KSU കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ ആരോപിച്ചു. സംസ്ഥാനമാകെ വീഴ്ചയടിച്ച UDF തരംഗം കൊട്ടാരക്കരയിൽ ഇല്ലാതെ പോയതിന് കാരണമിതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ. കൊട്ടാരക്കരയിൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട സകല ചെറുപ്പക്കാരെയും ഇല്ലാതാക്കി നിലവിലുള്ളവർ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് തുടരുന്നുവെന്ന് മാത്രം, ജില്ലയിൽ കോർപ്പറേഷൻ ഭരണം സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേശീയ നേതാവിനെയാണ് പറയുന്നത്. അത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഭാഷയിലാണല്ലോ, സൂചനകളുണ്ടല്ലോ അതിൽ. ഗുഡ് മോർണിംഗ് അഗെയിൻ സ്മിത ആൻഡ് ക്രിസ്റ്റീന. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്ന പ്രശ്നമാണ് ഈ KSU ജില്ലാ പ്രസിഡന്റും കൊടിക്കുന്നിൽ സുരേഷ് MP തമ്മിൽ വളരെ കാലമായി തന്നെ പടലപ്പിണക്കമാണ്. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം അത് പരസ്യമായി തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും കൊട്ടാരക്കരയിലെ ദയനീയമായ പരാജയത്തിന് ശേഷമാണ് UDF-നുള്ളിൽ ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കറാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ വിമർശനമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൊട്ടാരക്കര തോൽവിക്ക് കാരണം ദേശീയ നേതാവാണെന്നായിരുന്നു അൻവർ സുൽഫിക്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ജയിക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാരെ എല്ലാം തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിക്കുന്ന സമീപനമാണ് ഇവിടെ ഉണ്ടായത്. ചെറുപ്പക്കാരെ പാർട്ടി വളർത്തുന്നില്ല, അത് കൊട്ടാരക്കരയിലെ നേതാവ് തിരഞ്ഞെടുത്ത് തോൽപ്പിക്കുന്നുവെന്ന കടുത്ത വിമർശനത്തിലേക്കടക്കം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോകുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കൂടി ചർച്ചയാകുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് MPക്കെതിരെ ഇത്തരമൊരു പരസ്യമായ വിമർശനവുമായി KSU ജില്ലാ പ്രസിഡന്റ് രംഗത്ത് വന്ന സാഹചര്യം അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് എന്നുള്ളതാണ് പൊതുവെ DCCയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ DCC ഈ അൻവർ സുൽഫിക്കറോട് വിശദീകരണം തേടിയേക്കുമെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം കോൺഗ്രസ് ഐക്യമായി ഒരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കടക്കം കാര്യങ്ങൾ കടക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ കൊട്ടാരക്കരയിൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത്, അത് KSU ജില്ലാ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പരസ്യ വിമർശനം ഉണ്ടാകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. എന്തായാലും കൊട്ടാരക്കരയിലെ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.